ഈശ്വര രൂപമില്ലാത്ത ഈശ്വരന്റെ എല്ലാ രൂപങ്ങളിലും പ്രത്യേകിച്ച് ഒരായുധമുണ്ട്. പലപ്പോഴും മനഃശാസ്ത്ര പഠനത്തിലേക്ക് നിൽക്കുന്ന ദേവിയുടെ രൂപത്തിൽ ആയുധമുണ്ടെന്ന് മാത്രമല്ല, എല്ലാ കൈകളിലും ഓരോ തരത്തിലുള്ള ആയുധവും ആ ആയുധധാരിയായിട്ടുള്ള അമ്മ സിംഹാരൂഢയായി ഇരുന്നുകൊണ്ട് അതിക്രൂരനായ ഭീകരനായ രാക്ഷസനെ ഹിംസിക്കുകയും ചെയ്യുന്നു. ഒരുപാട് രാക്ഷസന്മാരെ ഹിംസിച്ചവരാണ് ഹിന്ദു മതത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും എല്ലാം നാം മനസ്സിലാക്കുന്ന ഈശ്വര അവതാരങ്ങൾ ഈശ്വരന്മാരുണ്ട്. എന്താണ് അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ മതങ്ങളും ആവശ്യപ്പെടുന്നത് മനുഷ്യരുടെ മൃഗത്തെ കീഴടക്കി മനുഷ്യന്റെ വലിയ വാസനകളെ ഹിംസിച്ച് അവരുടെ സാത്വികമായ അംശത്തെ ഉദ്ദീപിപ്പിച്ച് ഈശ്വരൻ സമാനനായി ഈശ്വരനോളം ഉയരാൻ സാധിക്കും. നമ്മുടെ ദൈവങ്ങളുടെ ചിത്രങ്ങളുടെ കയ്യിലെല്ലാം ഇരിക്കുന്ന ഈ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും വിചാരങ്ങൾക്കും എല്ലാം ഉണ്ടാവേണ്ട ആയുധങ്ങളാണ്. ഒരു കാര്യം തെറ്റാണ് എങ്കിൽ തെറ്റാണ് എന്ന് കണ്ടത് വെട്ടിമുറിക്കാനുള്ള ആയുധങ്ങളാണ്. അജ്ഞതയുടെ അന്ധകാരം ഭേദിക്കുവാനുള്ള ആയുധമാണ്. അജ്ഞതയുടെ അസുരനെ കീഴടക്കാനുള്ള ആയുധമാണ്. അങ്ങനെ പലതരത്തിലുള്ള അപകടങ്ങളുടെ അന്ധകാരത്തിന്റെ തിമിരത്തിന്റെ അഹന്തയുടെ സ്വാർത്ഥതയുടെ എല്ലാം ഉള്ള തിമിരത്തെ ആ ആസുര ഭാവങ്ങളെ കീഴടക്കി ജീവിതം എന്ന് പറയുന്ന യുദ്ധത്തിൽ വിജയിച്ച് നമ്മളുടെ ഈശ്വരാംശത്തെ ഉദ്ദീപിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ജീവിതം. എന്നാൽ എല്ലാ അവസരങ്ങളും എല്ലാവരും ഉപയോഗിച്ചു കൊള്ളണമെന്നില്ല. ക്രിസ്തു പറയുന്ന കാലത്തിന്റെ കഥ പോലെ ചാലത്തിന്റെ കഥ പോലെ എല്ലാവർക്കും കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ചിലർ പോലെ കുഴിച്ചിടും, ചിലർ കളയും, ചിലർ പാഴാക്കി, ചിലർ അതുകൊണ്ട് വർദ്ധമാനമാക്കി അതിനെ പിന്നീട് അതാണ് ബുദ്ധിമാണ്. മനുഷ്യ ജീവിതത്തെ അതിന്റെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഏതൊരു ലക്ഷ്യത്തോടു കൂടി നമുക്ക് ജീവിതത്തിൽ തരുമോ ആ ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാർത്ഥകമാകാത്ത രീതിയിൽ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് അവസാനിക്കുന്നത് ജീവിതത്തോട് നീങ്ങുന്നു. നിങ്ങൾ ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ തുടരുന്ന എന്നാൽ ഒരാഴ്ച മുതലുള്ള പരിപാടിയിൽ നിങ്ങളുടെ മനസ്സുകൊണ്ടും ചിന്തകൊണ്ടും ആത്മാവുകൊണ്ടും പങ്കെടുത്ത് ജീവിതത്തിന് കൈവന്നിരിക്കുന്ന ഈ അമൂല്യവും അപൂർവമായിട്ടുള്ള ഈ സർക്കാരിൽ പൂർണ്ണമായി അനുഭവിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ആദ്യം പറയുന്നത്. ഇന്ത്യൻ ആത്മീയതയുണ്ട്, ഭാരതീയമായ ആത്മീയ ചിന്തയുണ്ട്. എന്താണ് അതിന്റെ സാരാംശം? അതുകൊണ്ട് ഒരു പ്രസംഗത്തിലോ ഒരു ക്ലാസ്സിലോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും ദീപ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതങ്ങളുണ്ട്. ഭാരതീയ ചിന്തയുടെ ചൈതന്യം എന്ത് എന്ന് തന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളോട് പറഞ്ഞു.